मैनेज हो गया। എന്റെ പാൻസ് ഷർട്ടും നിനക്ക് നന്നായിട്ട് യോജിക്കുന്നുണ്ടല്ലോ. ഒരുപാട് പ്രയാസപ്പെട്ടു ഇവനെ ഇങ്ങനെയൊന്ന് ഒരുക്കിയെടുക്കാൻ. കൊള്ളാം. रामदेव नो दे दो उनको दे दो। लो वाह ആ പുതിയിലെന്താ? പാൻസ് ഷർട്ടുമാ അവന്റെ ആകെയുള്ള സ്വത്ത്. ആര് ചോദിച്ചാലും അവൻ അത് കൊടുക്കില്ല. ആ 10 മണിക്ക് ഓർഡർ കിട്ടും, അതുമായി എത്താമെന്ന് അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള പറഞ്ഞിരിക്കുന്നത്. സാറ് വെളുപ്പിന് 3 മണിക്ക് അവിടെ നിന്ന് പോയത്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പാവം, നല്ല മനുഷ്യനാണ്. എന്നാ സമയമായി, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, സീ യു. പോലീസ് കസ്റ്റഡിയിൽ എന്നുള്ളത് ജുഡീഷ്യൽ കസ്റ്റഡി എന്നായിക്കോളൂ. അതായിരിക്കും നല്ലത്. പേര് ടൈപ്പ് ചെയ്തോളൂ. 1+4. ശരി സർ. ഒരു 5 മിനിറ്റ് കൂടി. ഓക്കെ. പേരൊന്ന് ടൈപ്പ് ചെയ്തോളെ. പോകുമ്പോ ഹാർബർ പോലീസ് സ്റ്റേഷനിൽ SI കൂടി വിളിച്ചോളൂ. അയാൾക്ക് ആ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. പറ്റിയാൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ മെഡിക്കൽ ഓഫീസറുമായി കൺസൾട്ട് ചെയ്ത് അയാൾ ഹോസ്പിറ്റലൈസ് ചെയ്യും. ഓക്കെ. അതുവരെ സ്റ്റേഷനിൽ കഴിയട്ടെ. ഹലോ, യെസ്, ഹോൾഡിംഗ്. യെസ് സർ. ഉവ്വ്. ആ കൊടുത്തിട്ടില്ല. ശരി, അങ്ങനെ ആവട്ടെ സർ. എവിടെയാ? ഗസ്റ്റ് ഹൗസിലോ? ഉടനെ വന്നേക്കാം. ഗസ്റ്റ് ഹൗസിൽ നിന്നാ ചീഫ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ അവിടെ ഉണ്ട്. ഞാൻ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന്. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് സാറിന് പോയാൽ മതിയെങ്കിൽ എനിക്ക് ആ ഓർഡർ കിട്ടുമായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ അവരോട് ചെല്ലാൻ പറഞ്ഞു. നിങ്ങളും കൂടി വാ. ഞാൻ വരണോ? വാന്നേ, താൻ പുറത്ത് നിന്നാ മതി. ശരി സർ. അതുകൊണ്ട് ആ എൻട്രി മുറ പിൻവലിക്കുക. ഇതൊരു എൻക്വയറി സ്റ്റേജിൽ എത്തിക്കാതെ ഒതുക്കി തീർക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയും. കപ്പൽ തിരിച്ചു പോകുന്നതോടെ ഈ അധ്യായം അവസാനിക്കുകയും ചെയ്യും. ഇത് മന്ത്രിസഭയുടെ തീരുമാനമാണ്. സാർ, ആ അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള പുറത്തുണ്ട്. ഇതിനു വേണ്ടി അയാൾ ഒരുപാട് ബുദ്ധിമുട്ടി. 5 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഓർഡറും കൊണ്ട് അയാൾ പോകുമായിരുന്നു. സാറൊന്ന് അയാളോട്. ഓഹോ, ഇതിലുമുണ്ടോ അയാള്? 4 പേരോട് പറയാൻ കൊള്ളാവുന്ന കേസൊന്നുമില്ല അയാൾക്ക്. താൻ തന്നെ ഈ തീരുമാനം അയാളോട് പറഞ്ഞാൽ മതി. വരട്ടെ, അയാളുടെ ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ പറഞ്ഞു കൊടുക്കാം. എന്തിനാ കേശു? കളക്ടർ പറഞ്ഞാൽ മതി. വരട്ടെ സാറേ, എനിക്ക് 2 വാക്ക് അയാളോട് പറയണം. നിങ്ങൾ ചെന്ന് അയാളുടെ ഇങ്ങോട്ട് വരാൻ പറയൂ. തനിക്കിത് ആവശ്യമില്ലാത്ത പണിയാ. അയാളോട് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ല. അങ്ങനെ അല്ലണ്ണ, ഞാൻ അയാളൊന്ന് കാണാൻ കാത്തിരിക്കുന്നു. ഓ, എന്നാൽ അങ്ങനെ ആവട്ടെ. എന്താണ് സാർ എന്നെ കാണണമെന്ന് പറഞ്ഞത്? വെറുതെ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതി. അല്ല, ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അവരെ കരിവാരി തേക്കണമെന്ന് തനിക്ക് നിർബന്ധമുണ്ടല്ലേ? കുറെ നാളായല്ലോ തനിക്ക് ക്രിമിനൽ തുടങ്ങിയിട്ട്. കേശു, എടോ, പ്രസിദ്ധി ഉണ്ടാക്കാൻ വേറെയും വഴികളുണ്ട്. സാമൂഹ്യ ക്ഷേമമാണ് ലക്ഷ്യമെങ്കിൽ അനാഥാലയത്തിലുള്ള കരി വാങ്ങിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ശുചീകരണ വാരത്തിൽ വല്ല പബ്ലിക് അക്കോസോ ട്രാൻസ്പോർട്ട് ബസ്സോ പൊതുനിരത്തോ വൃത്തിയാക്കാനും വരുമിടവോ പേരും പടവും പത്രത്തിൽ. കേശു ഇരിക്കാൻ. മിസ്റ്റർ, തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എങ്കിലും പറയുകയാണ്, വളരെ ആലോചിച്ചതിന് ശേഷമാണ് ബഷീറിന്റെ കാര്യത്തിൽ കളക്ടർ ഇഷ്യൂ ചെയ്യാനിരുന്ന ഇന്റർവ്യൂ ഓർഡർ റദ്ദാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇതിൽ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സമ്മർദ്ദങ്ങളോ ഇല്ല. പിന്നെ എന്താണ് സാർ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാൻ കാരണം? പറയാം. മലയാളം അറിയാവുന്നത് കൊണ്ട് മാത്രം ഒരാൾ ഇന്ത്യൻ പൗരനാവണമെന്നില്ല. വിഭജന കാലത്ത് മലയാളം അറിയാവുന്ന എത്രയോ പേർ പാകിസ്ഥാനിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അവരാരും ഇന്ത്യൻ പൗരന്മാരല്ലല്ലോ. അങ്ങനെ ഒരാളാണ് ഈ പറയുന്ന ബഷീർ എങ്കിലോ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മലപ്പുറം സംഭവം. കുറേ വർഷങ്ങളായി മലപ്പുറത്ത് താമസിച്ചിരുന്ന 2 പേർ പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഈയിടെ പുറത്താക്കപ്പെടുകയുണ്ടായി. അത് ഉയർത്തിയ വിവാദം തന്നെ ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അതും ഇതുമായിട്ട് എന്താണ് സാർ ബന്ധം? ഉണ്ട്. കപ്പൽ കറാച്ചി തുറമുഖം ടച്ച് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാം ബഷീർ ഇന്ത്യൻ പൗരനാണെന്ന്? മറിച്ച് അയാൾ ഒരു പാകിസ്ഥാൻ ചാരനാണെങ്കിലോ? ചാരനോ? അതെ. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചുകൂടാ? സാർ, ഇറ്റ്സ് എ മിയർ ഡൗട്ട്. ആയിക്കോട്ടെ, ഡൽഹിയിൽ നിന്നും പ്രത്യേകം നിർദ്ദേശമുണ്ട്
ഈ വക കാര്യങ്ങളിൽ നേരിയ സംശയമുണ്ടെങ്കിൽ പോലും യാതൊരു പരിഗണനയും കൂടാതെ നടപടിയെടുക്കണമെന്ന്. ദാറ്റ് ഈസ് വാട്ട് ദി ഗവൺമെന്റ് ഹസ് ഡൺ. സാർ, താങ്കൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു മിനിമം കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മലപ്പുറം സംഭവത്തിൽ അവർക്കെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിർഭാഗ്യം കൊണ്ട് താൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള രേഖ അയാളുടെ പക്കലില്ല. മാത്രമല്ല, താൻ ആരാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഓർമ്മശക്തിയും അയാൾക്കില്ല. ഇനിയിപ്പോ എന്തൊക്കെയായാലും ഏത് കാര്യത്തിനുമില്ലേ സാർ ഒരു ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച്? ആ കൺസിഡറേഷനെങ്കിലും. ഐ എം സോറി മിസ്റ്റർ ഭാസ്കർ പിള്ളേ, പൗരാവകാശ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വീറും വാശിയും എനിക്കുമുണ്ട്. അതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള ചുമതലയും എനിക്കുണ്ട്. ഇതൊക്കെയാണെങ്കിലും ശരി, ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നടത്തിയ ആത്മാർത്ഥ ശ്രമത്തെ എന്റെ ഗവൺമെന്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബട്ട് ദർ ആർ ടൈംസ് വെൻ ഈവൻ എ ജെന്യുവിൻ മിഷൻ ഫെയിൽസ്. സാർ, അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കരുത്. ഞാൻ പറയുന്നത് സാറൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ സംശയിക്കുന്നത് പോലെ ബഷീർ ഒരു ചാരനാണെങ്കിൽ കപ്പലിലെ ക്യാപ്റ്റൻ നേരായ മാർഗം തേടുമായിരുന്നോ അയാളെ കരയിലിറക്കാൻ? പോർട്ടിലെ 4-3-7 സെക്യൂരിറ്റിക്കാരുടെ കണ്ണുവെട്ടിച്ച് ബഷീറിനെ കരയിലിറക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ സാർ? അയാൾ പാകിസ്ഥാൻ പൗരനാണെങ്കിൽ ഇവിടെ ആരാണ് സാർ അയാളുടെ ശത്രു? അയാളുടെ ന്യൂസ് പത്രത്തിൽ വന്ന ദിവസം അയാളെ ചിലർ കൊല്ലാൻ ശ്രമിച്ചത് എന്തിനാ? അതൊരു കെട്ടിച്ചമച്ച കഥയാണെങ്കിൽ ഇനി അഥവാ യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാൽ എന്താ, അക്രമികൾ കപ്പൽ കൊള്ളക്കാരായിരിക്കും. അവരുടെ കളവിനെ അവൻ തടസ്സപ്പെടുത്തിയപ്പോൾ അവർ ആക്രമിച്ചിട്ടുണ്ടാവും. എന്താ അങ്ങനെ സംഭവിച്ചൂടെ? അതോ കള്ളന്മാർക്ക് പാകിസ്ഥാൻകാർ തീണ്ടാമയുണ്ടോ? എനിക്കറിഞ്ഞൂടാ. കള്ളന്മാരുടെ കാര്യം കള്ളന്മാർക്കേ അറിയൂ. സാർ, ഇനി അയാൾ ചാരൻ തന്നെ ആയിക്കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും അയാൾ ആരാണ്, അയാളുടെ ലക്ഷ്യമെന്ത്, അയാൾ എന്തിനിവിടെ വന്നു എന്നന്വേഷിക്കേണ്ട ചുമതലയെങ്കിലും ഗവൺമെന്റിനില്ലേ? എന്തിന്? അയാളിപ്പോ നമുക്കൊരു പ്രശ്നമല്ല. പ്രശ്നമാവുമ്പോ നോക്കിയാ പോരെ? ചെറിയൊരു കാര്യം ഊതിർപ്പിച്ച് വെറുതെ നാറണോ? നമ്മൾ എന്തിനാ റിസ്ക് എടുക്കണം? കപ്പലിൽ വന്നവൻ കപ്പൽ പോകുമ്പോൾ തിരികെ പോയിക്കോട്ടെ. നാളെ ബഷീർ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് ബോധ്യപ്പെട്ടാൽ വോണ്ട് യു റിഗ്രറ്റ്? ഐ മേ. അതോർത്ത് ഇപ്പോഴേ വിഷമിക്കണോ? യെസ്, ബിക്കോസ് ഹി ഈസ് എ ഹ്യൂമൻ ബീയിങ് ആൻഡ് ഹി ഡിസർവ്സ് ജസ്റ്റിസ്. ഇല്ലാത്ത നിയമത്തിന്റെയും സംശയത്തിന്റെയും പേര് പറഞ്ഞ് നീതിയുടെ കാരുണ്യം അയാൾക്ക് നിഷേധിക്കരുത്. ഊരും പേരുമില്ലാത്ത ഒരു അനാഥന്റെ പേരിൽ എനിക്ക് എന്താ താല്പര്യം? വേറെ കേസൊന്നുമില്ലായിട്ടാണോ? കേസില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആന്റി പ്രോസ്റ്റിറ്റ്യൂഷൻ ശക്തമാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു. തെരുവ് വിഷയർക്ക് ഇനി വക്കീൽമാരെ ഏറെ വരും. ഇതിനേക്കാൾ മോശമായ ഭാഷയിൽ മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഓരോരുത്തർക്കും ഉണ്ടല്ലോ ഓരോ സംസ്കാരം. സാർ, കോമാളികൾ മന്ത്രിസഭയ്ക്ക് അലങ്കാരമല്ല, അലങ്കോലമാണ്. വടി കൊടുത്ത് അടി മേടിക്കുന്ന സ്വഭാവം പണ്ടേ എനിക്കുള്ളതാ. തന്നോട് ഞാൻ പറഞ്ഞത് അയാളോട് സംസാരിക്കേണ്ട കാര്യം നമുക്കില്ലെന്ന്. അപ്പൊ താൻ സമ്മതിക്കില്ല. സംസാരിച്ചേ അടങ്ങും. ഈ ഭാഗ്യത്തിലും സമയത്തിലും ഞാൻ അല്പമെങ്കിലും വിശ്വസിക്കുന്നത് തന്നെ കാണുമ്പോഴാ. എന്ത് ആകർഷണ ശക്തി കൊണ്ടാടോ 12 പേർ തന്നെ ഉപഗ്രഹം പോലെ ചുറ്റി നിൽക്കുന്നത്? കഷ്ടം. എന്താണ് സാർ ഇതിന്റെ അർത്ഥം? ബഷീർ പാകിസ്ഥാൻ ചാരനാണ്. അതെ, അതാണ് അവരുടെ നിഗമനം. വേറെ ഒരു കാരണവും പറഞ്ഞ് ബഷീറിനെ അവർക്ക് മടക്കാനാവില്ല. കേൾക്കുന്നവർ ചിരിക്കും. പക്ഷേ അവന്റെ ഫയല് ക്ലോസ് ചെയ്യാൻ അവർക്ക് ആ വ്യാഖ്യാനം ധാരാളമാണ്. നിയമത്തിന്റെ തലനാരിഴകീറി ഭരണം നടത്തിയാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രയാസമാണ്. പക്ഷെ എന്ത് ചെയ്യാം, ചിലരുടെ കാര്യത്തിൽ അങ്ങനെയാ. മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരെങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കുകയും ചെയ്യും. ഹാർഡ് ലക്ക്. ഐ എം സോറി ജോൺ. ദ പുവർ ഗൈ ഈസ് വെരി അൺഫോർച്ചുനേറ്റ്. ഞാൻ എന്നാലാവുന്ന ശ്രമിച്ചു നോക്കി, ബട്ട് ഐ ഫെയിൽഡ്. പാവം രാവിലെ മുതൽ പോകാൻ തയ്യാറായി നിൽക്കുക. ഇനി എത്ര നാൾ അവൻ കടലിന്റെ കരയിൽ കഴിയണം? നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾ പോകും. ഇനിയും കൊച്ചിയിൽ വന്നാൽ നിങ്ങളെ കാണാൻ ഞാൻ മറക്കില്ല. താങ്ക് യു. ഞാൻ ബഷീറിനോട് പറയട്ടെ. തീർച്ചയായും. ബഷീറെ, ഇവിടെയുള്ള വലിയവർക്ക് ചെറിയവരുടെ കാര്യത്തിൽ താല്പര്യമില്ല. നിന്നെ തേടി നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരും എത്തിയില്ല. ഒരു കണക്കിന് ഇതിലെ താമസമാണ് നിനക്ക് നല്ലത്. നിന്നെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഇതിനകത്തുണ്ടല്ലോ. ആരുമില്ലാത്തവർക്ക് ഈശ്വരനുണ്ടെന്നൊരു ചൊല്ലുണ്ട്. നിന്റെ കാര്യത്തിൽ അദ്ദേഹവും പണിമുടക്കില്ല. നീ എന്തറിഞ്ഞിട്ടാ ബഷീറെ ചിരിക്കുന്നേ?